ഗായ്സ് അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. വിചാരിച്ച പോലെ സൺറൈസ് കാണാൻ പറ്റിയില്ല. ആകെ ഒരു ക്ലൗഡി ആയിരുന്നു. ഇനി ഞങ്ങൾ പോകുന്നത് ഒരു പുലിയുടെ മുഖത്തിൻ്റെ ഷേപ്പുള്ള ഒരു പാറ കാണാനാണ്. ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ സൺറൈസ് കാണാനാണ് ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതെന്ന്. പക്ഷേ അല്ല, ഒരു സീൻ കാണിച്ചു തരാം, നോക്കിക്കേ. ഇതുപോലുള്ളൊരു വ്യൂ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ നടന്നില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെ വരേണ്ട ടൈം ഡിസംബർ ടു ജാനുവരി ആണ്. ഞങ്ങളിവിടെ വന്നത് സെപ്റ്റംബറിലാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യൂസ് എല്ലാം മിസ്സായി. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ടൈഗർ റോക്കിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. സൺറൈസ് പോയിന്റിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ താഴെയാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് നല്ല ആഴമുള്ള കൊക്കയാണ് കേട്ടോ. വീണ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നും കിട്ടത്തോലും ഉണ്ടാകത്തില്ല. ഗൈസ് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ ഇവിടെ. ഈ കാറ്റിൻ്റെ സ്പീഡ് കാണിച്ചു തരാം. മലമണ്ടയ്ക്ക് ഇത്രയും കാറ്റുണ്ടാകുമെന്ന് കരുതിയില്ല. നല്ല തണുപ്പുണ്ട്. കുറേ ക്ലൗഡ്സൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ആയി വരുന്നുണ്ട്. മേ ബി ഒരു 1 or 2 months കൂടെ കഴിയുമ്പോൾ നേരത്തെ ഫോട്ടോയിൽ കണ്ട പോലെ നമ്മുടെ താഴെ മുഴുവൻ മേഘം നിറഞ്ഞിരിക്കുന്ന ആ ഒരു സീൻ ഇവിടെ കാണാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നു. അത്യാവശ്യം റിസ്ക് ഉള്ള ഒരു വഴിയാണ് കേട്ടോ ഇങ്ങോട്ട്. കണ്ടില്ലേ, നല്ല രീതിയിലുള്ള പാറക്കല്ലും പിന്നെ ഇതിലൂടെ കയറി ഇറങ്ങുന്നത് നല്ല ടയേർഡാകുന്ന കാര്യമാണ്. നല്ല തണുപ്പുണ്ട്. ഗൈസ് അങ്ങനെ ഫൈനലി താഴേന്ന് കണ്ട ആ ഒരു പുലിയുടെ മുഖമുള്ള ആ പാറക്കല്ലിൻ്റെ അടുത്തെത്തി. സോ ഇതാണ് ആ സംഭവം. ഇത് കാണാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നത്. ടൈഗർ റോക്ക് അതാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇതാണ് കേട്ടോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ. നമ്മളിങ്ങോട്ട് കയറി വന്ന ആ ഒരു വഴിയെല്ലാം ഇവിടെ നോക്കിയാൽ കാണാം. പക്ഷേ കുറച്ച് ഡേഞ്ചറസ് ആണ് കേട്ടോ ഇവിടെ. ഈ ഒരു കൈവരി പ്രൊട്ടക്ഷനായിട്ടൊന്നും ഇല്ല. കാല് തെന്നിയാൽ നേരെ പോകുന്നത് വലിയൊരു കൊക്കയിലേക്കാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ബേസ് ക്യാമ്പിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ വണ്ടിയും ഞങ്ങളുടെ ലഗേജൊക്കെ അവിടെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞങ്ങൾ വന്ന വഴിയുടെ അവസ്ഥ എന്താണെന്ന് കാണുന്നത്. ഗൈസ് അങ്ങനെ വലിയൊരു സാഹസിക യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ബേസ് ക്യാമ്പിലെത്തി. ഇവിടെയാണ് ഞങ്ങൾ കിടന്നത്. ഇതാണ് കേട്ടോ ടെൻറ്റുകളൊക്കെ. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഗൈസ് ഇനി ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് നേരെ കൊടൈക്കനാലിലേക്കാണ്. ഒരു പ്ലാനും ഇല്ലായിരുന്നു, ഇപ്പോൾ ഇട്ടൊരു പ്ലാനാണ്. നേരെ കൊടൈക്കനാലിലേക്ക് പോകാമെന്ന്. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അവിടെ എത്തിയിട്ട് കാണാം. സോ ഗൈസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.
ഞങ്ങൾ തമിഴ്നാട്ടിൽ കയറി. ഇവിടെ കയറിയപാടെ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു കാളവണ്ടി. കേരളത്തിൽ ഇതിപ്പോൾ അധികം കാണാറില്ല, എന്നാലും കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡിൽ കണ്ട ഒരു കരിക്കടയിൽ കയറി ഒരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഈ മഞ്ഞ കളർ കണ്ടപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാകുമെന്ന് കരുതിയാണ് കേട്ടോ ഇവിടെ കയറിയത്. ഇവിടെ ഒന്ന് ചീസ് പറഞ്ഞേ. മോനെ വണ്ടി ഇടിച്ച് പൊളിഞ്ഞു കിടക്കാൻ നോക്ക്. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിലേക്കുള്ള ചുരത്തിലേക്കുള്ള എൻട്രി എത്തി. ഇവിടെ കയറുന്നതിന് മുമ്പ് നമുക്കൊരു ഇ പാസ് വേണം. അതിനെക്കുറിച്ച് സത്യം പറയാൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഓൺലൈൻ വഴിയാണ് കൊടൈക്കനാലിലേക്കുള്ള ഇ പാസ് നമ്മൾ എടുക്കേണ്ടത്. സോ ഇവിടെ എത്തിയപ്പോൾ ഈ ചേട്ടന്മാരാണ് കേട്ടോ ഞങ്ങൾക്ക് ഇ പാസ് എടുത്തു തന്നത്. ഈ കൊടൈക്കനാൽ ഇ പാസ് ഫ്രീ ആണ് കേട്ടോ, അതിന് പേയ്മെൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് കൊടൈക്കനാൽ ഇ പാസ് എന്ന് ഗൂഗിൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ പറയുന്ന പോലെ ഫില്ല് ചെയ്താൽ മതി. ആ കിട്ടുന്ന പാസ് നമുക്കിവിടെ കാണിക്കേണ്ടി വരും. ഗൈസ്, പിന്നെ ഒരു കാര്യം, ഈ ചുരം പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് കേട്ടോ. നമ്മുടെ വണ്ടിക്കുള്ളിൽ 1 ലിറ്ററിൻ്റെയോ 1/2 ലിറ്ററിൻ്റെയോ ഒക്കെ കുപ്പി ഉണ്ടെങ്കിൽ ഈ ചുരത്തിൻ്റെ ഉള്ളിൽ അതായിട്ട് കയറിയാൽ നമുക്ക് ഫൈൻ കിട്ടും കേട്ടോ. 20-40 രൂപയാണ് കേട്ടോ അതിനുള്ള ഫൈന്. താഴെ നമുക്ക് ആ ഇ പാസ് എടുത്ത ചേട്ടന്മാരുണ്ടല്ലോ, അവർ നമ്മളോട് ചോദിച്ചിരുന്നു പ്ലാസ്റ്റിക് കുപ്പി എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഞങ്ങളുടെ കയ്യിൽ കാലി ഉണ്ടായിരുന്ന കുപ്പിയെല്ലാം എടുത്തു കൊടുത്തു. പക്ഷേങ്കിൽ ഒരു കുപ്പിയിൽ 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളത് കൊടുത്തില്ല. അത് കാരണം ചെറിയൊരു പണി കിട്ടി കേട്ടോ. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് 2 ചേച്ചിമാർ പെട്ടെന്ന് വണ്ടിയുടെ മുമ്പിൽ ഒന്ന് കൈ നീട്ടി. ഇവിടെ ലോക്കലി എന്തെങ്കിലും സെല്ല് ചെയ്യുന്ന ചേച്ചിമാരാണെന്നാണ് വിചാരിച്ചത്. അവർ വന്ന് ഒന്നും ചോദിക്കാതെ ഡോർ അങ്ങ് തുറന്നു. എന്നിട്ട് വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ പരതാൻ തുടങ്ങി. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. അവർ നമ്മുടെ ലഗേജ് എല്ലാം എടുത്ത് നോക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി എന്താ സംഭവം എന്ന് ചോദിച്ചു. ഞങ്ങൾ തമിഴ്നാട്ടുകാരല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു, കുറച്ച് അഗ്രസീവായിട്ട് തന്നെ വണ്ടി ഫുള്ള് പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ആ 1 ലിറ്ററിൻ്റെ കുപ്പി കണ്ടുപിടിച്ചു. അതെടുത്ത് കയ്യിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞു 20 രൂപ ഫൈൻ അടച്ചോളാൻ. എനിക്കറിയാവുന്ന തമിഴിൽ ഞാൻ അവരോട് ചോദിച്ചു, ഹൂ ആർ യു, വാട്ട് യു വാണ്ട്, വൈ യു ഡൂയിങ് ദിസ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കുപ്പിയൊന്നും പറ്റത്തില്ല, ഒരു പ്ലാസ്റ്റിക്കും പറ്റത്തില്ല എന്ന്. പക്ഷെ നമുക്ക് 5 ലിറ്ററിൻ്റെ കുപ്പി പറ്റും കേട്ടോ. അവരോട് തർക്കിച്ച് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ഫൈനും അടച്ച് മുന്നോട്ട് പോയി. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഇതിലേ വരുവാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ കയ്യിൽ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ 20-ഓ 50-ഓ എത്രയാണെന്ന് ഓർക്കുന്നില്ല, ഒരു ചെറിയ എമൗണ്ട് ഫൈനായി പോകും. അതുകൊണ്ട് 1-ൻ്റെയോ 1/2 ലിറ്ററിൻ്റെ ഒക്കെ കുപ്പി ഉണ്ടെങ്കിൽ അത് ഈ ചുരം കയറുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പറായി ഡിസ്പോസ് ചെയ്യുക. അങ്ങനെ ഫൈനലി ഞങ്ങൾ കൊടൈക്കനാലെത്തി. സോ കൊടൈക്കനാലിലെ വിശേഷങ്ങളൊക്കെയായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ.